So hi all, I am Amrit Ratna, ഒരു ഇൻസ്റ്റഗ്രാം കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, ഡാൻസർ ആണ്, കൊറിയോഗ്രാഫർ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു ബാസിത്ത്. ഹിസ് സ്പീച്ച് വാസ് റിയലി ഇൻസ്പയറിങ്. സ്പീച്ചിൻ്റെ അപ്പുറത്തോട്ട് ഇപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 1.5 years ആവുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ തൊട്ട് നമ്മൾ കാണുന്ന ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് ചെയ്യുന്നത് കാണുന്ന റെസ്പെക്ട് ചെയ്യുന്ന ഫേസസിൽ ഒരാളാണ് ബാസിത്ത്. അപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് ഐ എം റിയലി ഹാപ്പി ടു ഷെയർ ദ സ്റ്റേജ് വിത്ത് ഹിം. ഫസ്റ്റ് എനിക്ക് ടെഡെക്സിൻ്റെ കോൾ വന്നു. അപ്പം ഞാൻ ആദ്യമായിട്ട് അവരോട് പറഞ്ഞത്, ഞാൻ ടെഡെക്സിൽ സംസാരിക്കാനൊക്കെ ആയോ, അതാണ് ഞാൻ അവരോട് ആദ്യമായിട്ട് ചോദിക്കുന്ന കാര്യം. കാരണം ഇപ്പോൾ ലൈനപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ലൈനപ്പിൽ സത്യം പറഞ്ഞാൽ ഏറ്റവും എക്സ്പീരിയൻസ് കുറവുള്ള ആൾ ഞാനായിരിക്കും. അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ദേ സീ സംതിങ് ഇൻ മീ ദാറ്റ് സ്പെഷ്യൽ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് സ്പെഷ്യലായിട്ടൊരു സംഭവം, ഇപ്പോൾ ഒരു ഇൻസ്പയറിങ്, എല്ലാവരെയും പോലെ ഇപ്പോൾ എന്നിലിരിഞ്ഞൊരു തീക്കനൽ എന്ന് പറയുന്ന പോലെ ഒരു ഇൻസ്പയറിങ് സ്റ്റോറി ഒന്നും സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇല്ല. പക്ഷേ എന്നിലൂടെ അല്ലെങ്കിൽ എൻ്റെ ഈ കുറച്ച് സമയത്തിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും തരാൻ പറ്റുമെങ്കിൽ ഐ വിൽ ബി ഹാപ്പി. ഫസ്റ്റ് അവർ തീം പറഞ്ഞു, ഇന്നർ റെനൈസൻസ് എന്നാണ് ഇതിൻ്റെ തീം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് ആദ്യം പറഞ്ഞപ്പോൾ എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ ChatGPT അടിച്ചു നോക്കി എന്താണ് ഇന്നർ റെനൈസൻസ്. അപ്പോൾ അതിനകത്ത് നിന്ന് അറിയാൻ കഴിഞ്ഞതിൽ ഒരു വേർഡ് എനിക്ക് കിട്ടിയത് ക്രിയേറ്റീവ് അവെയ്ക്കണിങ് എന്ന് പറഞ്ഞൊരു വേർഡാണ് എനിക്ക് കിട്ടിയത്. എന്ന് പറഞ്ഞാൽ സംതിങ് ദാറ്റ് റിലേറ്റ്സ് ടു മീ അറ്റ്ലീസ്റ്റ്. അപ്പോൾ ക്രിയേറ്റീവ് അവെയ്ക്കണിങ് എന്ന് പറയുന്നത്, ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് ഒരു നിമിഷത്തിൽ ഇപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തു, എൻ്റെ വീഡിയോ ഹിറ്റ് ആവുന്നു, അപ്പോൾ ഏതൊരു നിമിഷത്തിൽ ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങുന്നു, ഓ ഇവൻ ഭയങ്കരമാണല്ലോ, കൊള്ളാലോ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ തുടങ്ങുമെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മുടെ ഈ ക്രിയേറ്റീവ് ജേണി സ്റ്റാർട്ട് ചെയ്യുന്നതിന് എൻ്റെ ചൈൽഡ്ഹുഡ് തൊട്ടുള്ള കാര്യങ്ങൾ, ലൈക്ക് അവിടെ തൊട്ടുള്ള കാര്യങ്ങൾ ബിൽഡ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ അറ്റ്ലീസ്റ്റ് എവിടെ എത്തിയിട്ടില്ല, പക്ഷെ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നോ അവിടെ എത്തി നിൽക്കുന്നത്. ബാക്ക് വെൻ ഐ വാസ് ലൈക്ക് 10 or 11 years old, ആ ഒരു സമയത്ത് ഞാൻ വയനാടാണ് ജനിച്ചതും വളർന്നതും ഒക്കെ, ഒരു 7th standard വരെ. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കൊച്ചിയിലുള്ള പോലത്തെ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും നമ്മുടെ കയ്യിലോട്ട് എത്താനുള്ള ലൈക്ക് അതിനുള്ള ചാൻസസ് വളരെ കുറവാണ്. അപ്പോൾ എന്നാലും ആ സമയത്ത് എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നെ ഇപ്പോൾ നമ്മുടെ മീഡിയയിൽ കൊണ്ടുവരണം, സിനിമയിൽ കൊണ്ടുവരണം. അത് കാരണം വരുന്ന ഓഡിഷൻസിനെല്ലാം നമ്മൾ ഫോട്ടോ വെച്ച് കൊടുക്കും. അപ്പോൾ ഓഡിഷൻസ് വരുന്നു, സ്റ്റുഡിയോ പോകുന്നു, സ്പൈക്ക് ചെയ്തൊരു ഫോട്ടോ എടുക്കുന്നു, ചിലപ്പോൾ ഒരു ബ്രാഹ്മണൻ കുട്ടിയായിട്ടായിരിക്കും ഡ്രസ്സൊക്കെ ഊരിയിട്ട് ബ്രാഹ്മണൻ്റെ പൂണൂലൊക്കെ ഇട്ടൊരു ഫോട്ടോ എടുക്കുന്നു, ഇതൊക്കെ എടുത്തിട്ട് അയച്ചു കൊടുക്കുന്നു. പക്ഷെ അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല. അങ്ങനെ ഒരുപാട് ഓഡിഷൻസിന് കൊടുത്തിട്ട് ഒരു തവണ ഓഡിഷന് വിളിച്ചു തന്നെ. അപ്പോൾ സൂര്യയുടെ സിംഗം ഇറങ്ങി നിൽക്കുന്ന സമയമാണ്. അപ്പം എനിക്കൊരു 10-11 വയസ്സേ ഉള്ളൂ. അപ്പോൾ സത്യം പറഞ്ഞ ഓഡിഷന് പോയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അത് പറഞ്ഞു തരാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. നേരെ ചെന്നു, റൂമിൽ കയറി ഡയറക്ടർ കയറി വന്നോടും പറഞ്ഞു, എന്തെങ്കിലും ഒരു സംഭവം ചെയ്യും, ആക്ട് ചെയ്യും, ആക്ഷൻ. சிங்கத்தை டிவியில் பார்த்துருக்கேன், ஃபோட்டோவில் பார்த்துருப்பேன், சினிமாவில் பார்த்துருப்பேன், ஏன் கூட்டில் கூட பார்த்துருப்பேன். கம்பீரமா காட்டில் நடந்து பார்க்குறியா? ஓங்கி அடிச்சா ஒட்டட்டான் வெயிட்டடா, பார்க்குறியா பார்க்குறியா பார்க்கு. ഡയറക്ടർ നേരെ വന്നിട്ട് നെക്സ്റ്റ്. അതാണ് എൻ്റെ ആദ്യത്തെ ഓഡിഷൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഓഡിഷൻസ് ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം ഒരു തമിഴ് മൂവിന്ന് കോൾ വന്നു. ഇങ്ങനെ എൻ്റെ ഫോട്ടോ കണ്ടിട്ട് അവർ വിളിച്ചു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഓഡിഷൻസിനേക്കാളും വിപരീതമായിട്ട് അവിടെ ചെന്ന് എന്നെ കണ്ടപ്പോഴേക്കും അവർ പറഞ്ഞു അവർക്ക് ഓഡിഷനൊന്നും വേണ്ട, ഓക്കെ ആണ്. അപ്പം ഞാൻ ഏതാ ലുക്ക് അങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഓക്കെ ആണ്, ബാക്കി എഗ്രിമെൻ്റ് കാര്യങ്ങൾ ചെയ്യാം, ഇതാണ് നിങ്ങളുടെ കോൾ ഷീറ്റ്, ഇതാണ് നിങ്ങളുടെ കോൾ ഷീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം തന്നു. ഞാൻ ആ സാധനം കയ്യിലെടുത്തു. എൻ്റെ മനസ്സിലെന്താ, ഐ എം എൻ ആക്ടർ, ഐ എം ഗോയിങ് ടു ബി എൻ ആക്ടർ. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവർ വിളിച്ചിട്ട് പറഞ്ഞു, കുറച്ച് ഡിലേ ആവും ഷൂട്ട്. കുഴപ്പമില്ല, നമുക്ക് ഷൂട്ട് ചെയ്താൽ മതിയല്ലോ. പിന്നെയും വിളിച്ചു, വേറൊരു സമയം വിളിച്ചു, കുറച്ചുകൂടി ഡിലേ ആവും, പിന്നെയും ഡിലേ ആവും. അവസാനം അവർ ഫോൺ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഇപ്പോൾ അതെനിക്ക് മനസ്സിലാവും. അപ്പോൾ ഞാനിങ്ങനെ സ്കൂളിൽ പോകുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുവാണ്, ആയില്ലടാ ഇതുവരെ നിന്റെ സിനിമയൊന്നും ആയില്ലേ, കുറേ നാളായല്ലോ, ഷൂട്ടൊന്നും തുടങ്ങിയില്ലേ. ഇതാണ് എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് എല്ലാവരോടും ചെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഈ പറയുന്ന പോലെ ചോദിക്കലും കളിയാക്കലും ഭയങ്കരമായിട്ട് തുടങ്ങി.
ഇന്നത്തെ എനിക്കത് മനസ്സിലാവും. ഓക്കെ, നമ്മൾ സിനിമയിലൊരു ഓപ്പർച്യൂണിറ്റി ചിലപ്പോൾ കിട്ടിയെന്ന് വിചാരിക്കാം, സ്ക്രീനിൽ വരുന്നത് വരെ അത് നമ്മൾ കിട്ടിയെന്ന് ഉറപ്പ് വരുത്താതിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇന്ന് എനിക്കുണ്ട്. പക്ഷെ 10 വയസ്സുണ്ടായിരുന്ന എനിക്ക് അതില്ലായിരുന്നു. അപ്പോൾ ഇപ്പോഴും ഓർക്കുമ്പോൾ സങ്കടം വരുന്ന എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തൊരു സംഭവമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ഭാഗ്യത്തിന് കുറച്ച് കാലം വയനാട് നിൽക്കേണ്ടി വന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ കൊച്ചിയിലോട്ട് മൂവ് ചെയ്തു. അതുകൊണ്ട് ഇതൊന്നും കേൾക്കേണ്ടി വന്നില്ല. അങ്ങനെ കൊച്ചിയിലോട്ട് മൂവ് ചെയ്തു. അപ്പോൾ അന്നൊക്കെ ഞാൻ ചെറുതായിട്ട് ഡാൻസ് ഒക്കെ കളിക്കും. അപ്പോൾ ഡാൻസ് കളിക്കുന്ന സമയത്ത് ഇപ്പോൾ കൊച്ചിയിലോട്ട് പുതിയ സ്കൂളിലോട്ട് വരുമ്പോൾ ഞാൻ പുതിയതായിട്ട് വരുന്ന ആളാണല്ലോ. അപ്പോൾ ഞാൻ ഡാൻസറാണ്, ഡാൻസ് കളിക്കണം. ഞാൻ +1 വേറെ സ്കൂളിലോട്ട് മാറി. അപ്പം നമ്മളിങ്ങനെ 10th വരെയൊക്കെ പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കുറേ ചേട്ടന്മാരൊക്കെ പഠിപ്പിച്ച് തരുന്ന ഡാൻസൊക്കെ നമ്മൾ പഠിക്കുമല്ലോ. ഞാൻ എന്ത് ചെയ്തു, +2 ചെന്ന സമയത്ത് എനിക്കറിയുന്ന സാധനങ്ങളിൽ കുറച്ച് എൻ്റേതായിട്ടുള്ള സാധനങ്ങൾ കൂട്ടിയിട്ട് ഞാൻ അവർക്ക് അവിടെ ചെന്ന് പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ അവിടെ ഞാൻ മെയിനായി. അത് കഴിഞ്ഞിട്ട് +2 പഠിച്ച സാധനം ഞാൻ നേരെ എടുത്ത് കോളേജിൽ പോയി അവിടെ പഠിപ്പിച്ച് അവിടെ കുറച്ചുകൂടി എൻ്റെ സാധനം കേട്ടിട്ട് അവിടെയും ഞാൻ മെയിനായി. നമ്മുടെ ലൈഫിൽ ഇൻസ്പിറേഷൻസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ആൾക്കാർ പറയുന്നത് നമ്മുടെ ലോകത്തൊന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നും നമ്മൾ ഒറ്റയ്ക്ക് ക്രിയേറ്റ് ചെയ്യുന്നതല്ല. നമ്മൾ ജനിച്ച് വീഴുന്നതും ഒരു ഇതില്ലാണ്ട് നമ്മൾ പൊട്ടിമുളച്ച് എടുക്കുന്ന ഐഡിയാസ് ഒന്നുമില്ല. നമ്മൾ ഇപ്പം ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ ആണെങ്കിൽ പോലും ഞാൻ ഒരിക്കലും ഞാൻ എവിടുന്നോ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ ഒരു ഐഡിയ അല്ല ഞാൻ ചെയ്യുന്നത്. ചിലപ്പോൾ ഞാൻ ഇൻസ്പിറേഷൻസ് എടുക്കും, ചിലപ്പോൾ ഞാൻ ആൾക്കാരിൽ നിന്ന് കോപ്പി അടിക്കും, അവിടുന്ന് എടുക്കും. പക്ഷേ വാട്ട് ഈസ് ഇമ്പോർട്ടൻ്റ് ഈസ് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി. നമ്മൾ കൊടുക്കുന്ന വീഡിയോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്കിൽ വി വിൽ ടേക്ക് ഇൻസ്പിറേഷൻസ് ഫ്രം മെനി പീപ്പിൾ, മെനി തിങ്സ്. ഇപ്പം നമ്മൾ കാണുന്ന കാര്യങ്ങൾ, ചിലപ്പോൾ കാണുന്ന വീഡിയോസ്, വായിക്കുന്ന പുസ്തകങ്ങൾ, ഇതിൽ നിന്നൊക്കെ നമുക്ക് ഇൻസ്പിറേഷൻസ് വരും. പക്ഷേ ആ ഇൻസ്പിറേഷൻസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മുടെ സ്വന്തമായിട്ടൊരു വർക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വി ഷുഡ് ഹാവ് അവർ ഓൺ ഐഡൻറ്റിറ്റി. സ്കൂളും കോളേജൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും കോളേജിൽ പഠിച്ചവരെല്ലാവരും തന്നെ ജോലിയൊക്കെ ആയി. അപ്പോൾ എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ല, കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ ആ സമയത്താണ് അസിസ്റ്റന്റ് കൊറിയോഗ്രാഫറായിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നൊന്നും എൻ്റെ ഡ്രീമിൽ എവിടെയും കോണ്ടന്റ് ക്രിയേഷൻ, ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുക, അന്ന് ഡാൻസ് റീൽസ് ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനൊന്നുമില്ല. പക്ഷെ അന്ന് എവിടേക്കും ഓട്ടോമാറ്റിക്കലി ഞാൻ പഠിച്ചു. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കത് കൺസീവ് ചെയ്യാൻ എങ്ങനെ പോകണം, അല്ലെങ്കിൽ എങ്ങനെ ചിന്തിക്കണം എന്ന് ഞാൻ പഠിച്ചു തുടങ്ങി. അപ്പോൾ ആ സമയത്താണ് ഞങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഞങ്ങളൊരു കുളത്തിൽ പോകുന്നത്. അപ്പോൾ അവിടെ പോയ സമയത്ത് നമ്മൾ കുറച്ച് വീഡിയോസ് ചുമ്മാ ഫുട്ടേജസ് ഷൂട്ട് ചെയ്തു. അപ്പോൾ ഷൂട്ട് ചെയ്ത ഫുട്ടേജസൊക്കെ എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ അതുകൊണ്ട് വീട്ടിൽ പോയി. അപ്പോൾ അന്ന് ഞാൻ ചുമ്മാ വിചാരിച്ചു ഇത് ഞാനൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ എന്താ ഞാൻ ഗൂഗിൾ നോക്കി കണ്ടുപിടിച്ച് ലാപ്ടോപ്പ് കയ്യിലുണ്ട്. അപ്പോൾ അതിനകത്ത് ഡാവിഞ്ചി റിസോൾവ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തു. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് അറിയണമല്ലോ, ഇത് തുറന്നു വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഐ സ്റ്റാർട്ടഡ് ലേണിംഗ് ഫ്രം ട്യൂട്ടോറിയൽസ് ഓഫ് യൂട്യൂബ്. ബേസിക്സ് പഠിച്ചു തുടങ്ങി. അങ്ങനെ ഞാൻ ചുമ്മാ നമ്മൾ കുളത്തിൽ പോയ ഒരു ഫൺ വീഡിയോ എഡിറ്റ് ചെയ്തു, ഒരു നല്ല പാട്ടൊക്കെ ഇട്ട് നല്ല ഇതൊക്കെ ചെയ്തിട്ട് ഞാനത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തപ്പോൾ അത് ഭയങ്കരമായിട്ട് വൈറലായി, നല്ലോണം അത്യാവശ്യം റീച്ച് കയറി. അത് കണ്ടപ്പോൾ എനിക്ക് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചു, നീ നന്നായിട്ട് എഡിറ്റ് ചെയ്യുന്നുണ്ടോ, എൻ്റെ ആദ്യത്തെ എഡിറ്റിംഗ് വർക്കെന്ന് ആലോചിക്കണം, ചെയ്യുന്നുണ്ടോ? അപ്പം ഞാൻ തന്നെ ആലോചിച്ചു, ഇത്രയും കഴിവൊക്കെ എൻ്റെ ഉള്ളിലോ, എന്നാൽ പിന്നെ ഇനി എഡിറ്റിംഗ് തന്നെ. അപ്പോൾ ആ സമയത്ത് എഡിറ്റിംഗ് ചെയ്ത വീഡിയോസൊക്കെ നമ്മൾ ഇടണമെങ്കിൽ ഒന്നെങ്കിൽ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ്. അപ്പോൾ യൂട്യൂബിൽ നിന്നാണല്ലോ പൈസ കിട്ടുന്നത് പറയുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ടോണി, അവൻ ഓൾറെഡി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവൻ എന്നോട് എല്ലാ ദിവസവും നിർബന്ധിക്കും, ഇങ്ങനെ എടാ നീ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യ്. അങ്ങനെ യൂട്യൂബിന് വേണ്ടിയിട്ട് ഒരു ചലഞ്ച് വീഡിയോ, ഞാനും ചേട്ടനും കൂടി ചെയ്യുന്ന ഒരു ചലഞ്ച് വീഡിയോ ചുമ്മാ ഞങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം 5 ദിവസം എടുത്തു എനിക്കൊരു 10 മിനിറ്റിന് വീഡിയോ യൂട്യൂബിൽ എഡിറ്റ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ചെയ്തിട്ടു. പക്ഷേ വേണ്ട പോലെ യൂട്യൂബിൽ ആദ്യത്തെ വീഡിയോസ് അല്ലേ, അങ്ങനെ റെസ്പോൺസസ് ഒന്നും വരുന്നില്ല, ബുദ്ധിമുട്ടാണ്. അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ഒരു ഫണ്ണിന് തോന്നിയൊരു ഐഡിയയിൽ ഞാനും ചേട്ടനും കൂടി ഒരു ചെറിയ വീഡിയോ, ഒരു 30 സെക്കൻഡ് വീഡിയോ ഞങ്ങൾ റീൽ മോഡിൽ ഷൂട്ട് ചെയ്തിട്ടു. 5 ദിവസം കൊണ്ട് ഞാൻ എഡിറ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് ഇട്ട യൂട്യൂബ് വീഡിയോയുടെ കമൻറ്റ് 5. ഈ വീഡിയോ 30 സെക്കൻഡ് കൊണ്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്തപ്പോൾ ഈ വീഡിയോയ്ക്ക് കിട്ടിയ കമൻറ്റ്സ് 100. അപ്പോൾ അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു, ചെറുതായിട്ടെങ്കിലും ഇഷ്ടപ്പെട്ടു. അന്ന് ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയാണ്, അത്രയല്ലേ ഫോളോവേഴ്സ് ഉള്ളൂ. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട് കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്താ ഇവിടെ കുറച്ചുകൂടി കൊള്ളാം പരിപാടി. അപ്പോൾ ഞാൻ ചേട്ടനെയും വെച്ചിട്ട് പിന്നെ ഒരെണ്ണം കൂടി ചെയ്തു. അതിന് കുറച്ചുകൂടി വ്യൂസ് വന്നു. എൻ്റെ കോണ്ടന്റ് ക്രിയേഷനിലെ 3ാമത്തെ വീഡിയോ ഞാൻ, ചേട്ടൻ, എൻ്റെ അച്ഛനും അമ്മ, ഞങ്ങൾ 4 പേരും കൂടി ചെയ്യുന്നൊരു ഡാൻസ്, ഒരു ഫൺ, അതിൻ്റെ കൂടെ ഡാൻസ് മിക്സ് ചെയ്തൊരു വീഡിയോ ചെയ്തു. അതാണ് എൻ്റെ ലൈഫിലെ എൻ്റെ സ്വന്തം ക്രിയേറ്റിവിറ്റിയിൽ മൊത്തമായിട്ട് ഞാൻ പ്ലാൻ ചെയ്ത്, ഞാൻ ഡയറക്റ്റ് ചെയ്ത്, ഞാൻ ഉണ്ടാക്കിയ വീഡിയോ അല്ല എൻ്റെ ആദ്യത്തെ മില്യൺ.
ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ദിവസമായിരുന്നത്. പക്ഷേ എല്ലാവരുടെയും കഥ പോലെയല്ല. ഇപ്പോൾ എല്ലാവരും പറയുമ്പോൾ എന്താ ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ കുറേ വീഡിയോ ഇട്ടു, എത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ എനിക്ക് എൻ്റെ 3ാമത്തെ വീഡിയോയിൽ മില്യൺ അടിക്കാൻ പറ്റി. എൻ്റെ കോൺഫിഡൻസ് കൂടിക്കൊണ്ടിരുന്നു. ഞാൻ പിന്നെയും വീഡിയോസ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു 2 വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇട്ട വീഡിയോ അത് മില്യൺ, കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോയും കുറച്ച് കഴിയുമ്പോൾ മില്യൺ അടിച്ചു. ഓൾമോസ്റ്റ് എനിക്കൊരു ഫോളോവേഴ്സ് 9,000 10,000 ഒക്കെ അടുത്ത്, 10,000 എത്തിയിട്ടില്ല, 9,000 ഒക്കെ എത്തി നിൽക്കുന്ന സമയത്ത് വീഡിയോ ഉണ്ടാക്കി ഇടാന്ന് മാത്രമല്ല, കയ്യിൽ പൈസ ഇല്ല, ജോലി വേണം. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ MSc സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരുന്നു, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചതാണ്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് തന്നെ ഡേറ്റ അനലിസ്റ്റ് ആയിട്ട് എനിക്കൊരു പോസ്റ്റിൽ ട്രിവാൻഡ്രത്ത് ഞാൻ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അവരെന്നെ സെലക്ട് ചെയ്തു. അപ്പോൾ അന്ന് എനിക്കൊരു ഡിലമ ഉണ്ടായി, എന്ത് ചെയ്യണം. കാരണം ഇത് ട്രിവാൻഡ്രത്ത് പോകണം, ഞാൻ വീട്ടിൽ നിന്ന് വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം നടക്കൂല. അപ്പം എനിക്ക് വന്ന കൺഫ്യൂഷൻ കാരണം ഞാൻ എല്ലാവരോടും ചോദിച്ചു, എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ചു. അപ്പോൾ എനിക്ക് അറിയില്ല തീരുമാനം എടുക്കാൻ. ചെറുതായിരുന്നപ്പോൾ ഞാൻ വീട്ടിൽ അനിയനാണ്, എനിക്കൊരു ചേട്ടനാണുള്ളത്, ഞാൻ അച്ഛനമ്മ ചേട്ടൻ. അപ്പോൾ ചെറുപ്പം തൊട്ട് ഞാൻ അനിയനായതുകൊണ്ട് ഇപ്പോൾ വീട്ടിലെ ഡിസിഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ഡിസിഷൻസ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഡിസിഷൻസ് ഒന്നുമല്ല. ചിലപ്പോൾ ഒരു പൂച്ചട്ടി എടുത്ത് ഇവിടെ വെക്കുമ്പോൾ, അല്ലെങ്കിൽ പൂച്ചട്ടി ഒരു സാധനം ഒരു പിക്ചർ എടുത്തിട്ട് ഫ്രെയിമിൽ മുകളിൽ വെക്കുമ്പോൾ, അപ്പോഴേക്കെന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ നോക്കിയിട്ട് ഇത് അവിടെ വെച്ചാലൊന്നിങ്ങനെ ആലോചിക്കുന്ന പോലെ പറയുമ്പോഴേക്കും ഇപ്പോൾ ചേട്ടനോ അമ്മയോ അങ്ങനെ ആരെങ്കിലും അല്ല ഇത് ഇവിടെ വെച്ചാൽ മതി. അപ്പോൾ ഞാൻ ആലോചിക്കും ഇല്ല ഞാൻ വിചാരിച്ച തെറ്റായിരിക്കും. ഈ സംഭവം ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ ഉള്ളിലുള്ളിൽ വരുന്ന സമയത്ത് എനിക്ക് തന്നെ ഒരു സെൽഫ് ഡൗട്ടായി സത്യം പറഞ്ഞാൽ. ഇപ്പം ഞാൻ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നൊരു കാര്യം ബാക്കി ഡിസ്റ്റൻസ് അല്ല, ഇപ്പം ഞാനൊരു സംഭവം ഡിസൈഡ് ചെയ്യുന്നത് ശരിയായിരിക്കുമോ ഇല്ലയോ, അങ്ങനെ ഒരു സംഭവം എന്നെ ഭയങ്കരമായിട്ട് അലട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ വീഡിയോ കോണ്ടന്റ് ക്രിയേഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ കൺഫ്യൂഷൻസ് എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീഡിയോസ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരോടും സജഷൻസ് ചോദിക്കും. അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷനാണ് അപ്പോഴും. പക്ഷെ എപ്പോഴേക്കോ ഞാൻ ചെയ്തു തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ തന്നെ തീരുമാനങ്ങൾ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വളർന്നു വന്ന കോൺഫിഡൻസിലാണ് എൻ്റെ സെൽഫ് ഡൗട്ട് മാറിയത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. ഇപ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങളൊരു ലൈഫിലൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്ത് വേണം, ഗട്ട് ഫീലിംഗ് എന്നൊക്കെ പറയില്ലേ, ഗട്ട് ഫീലിംഗുമായിട്ട് മുന്നോട്ടെടുത്ത എൻ്റെ ഒരു തീരുമാനത്തിന് ഞാൻ ഇന്ന് റിഗ്രറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും, ഈ പറഞ്ഞ പോലെ സെൽഫ് ഡൗട്ടും എല്ലാം ഉണ്ടാകുമ്പോൾ അറ്റ്ലീസ്റ്റ് ടേക്ക് എ കോൾ ഫോർ യുവർ സെൽഫ്. ചിലപ്പോൾ അത് തെറ്റാം, പോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ശരിയായാൽ നിങ്ങൾക്ക് കിട്ടുന്ന കോൺഫിഡൻസ് വളരെ വലുതാണ്. അപ്പോൾ ഇങ്ങനൊരു കോൾ വന്നു, ജോലി കോണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള കോൾ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിതാണ് ചെയ്യേണ്ടത്, കോണ്ടന്റ് ക്രിയേഷനാണ് ചെയ്യേണ്ടത്. വീട്ടിൽ പറഞ്ഞപ്പോൾ ഈ പറയുന്ന പോലെ സത്യം പറയാലോ, ഇത്രയും സപ്പോർട്ടീവായിട്ടുള്ള ഒരു അച്ഛനും അമ്മയും എനിക്ക് കിട്ടിയതിൽ ഐ എം സോ ഗ്രേറ്റ്ഫുൾ. എൻ്റെ അച്ഛനും അമ്മ എന്നോട് പറഞ്ഞു നിനക്ക് ഇതാണ് ഇഷ്ടമെങ്കിൽ നീ ചെയ്തോ. ഇപ്പോഴത് ഒരുപാട് പേര് ചെയ്യുന്നതാണ്, പക്ഷേ സ്പെഷ്യലാണ് എൻ്റെ അച്ഛനും അമ്മയും. അപ്പോൾ തീരുമാനിച്ചല്ലോ ഇനി എൻ്റെ വഴി കോണ്ടന്റ് ക്രിയേഷനാണ്. അപ്പം ഞാൻ വിചാരിച്ച് 10K ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി, 10K ഫോളോവേഴ്സ് ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ പിന്നെ ഞാൻ അടിച്ച് കയറാൻ പോവാം, അതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഞാൻ വീഡിയോസ് മറ്റേത് റിജക്റ്റ് ചെയ്തു. അങ്ങനെ ഒരു വീഡിയോ ഒക്കെ കയറി പയ്യെ 10K കഴിഞ്ഞു, ഒരു 12K ഒക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ വ്യൂസ് കുറയാൻ തുടങ്ങി. വ്യൂസ് കയറുന്നില്ല, ഫോളോവേഴ്സ് കയറുന്നില്ല. അങ്ങനെ ഒരു 12K ഫോളോവേഴ്സിൽ സത്യം പറഞ്ഞാൽ 4 മാസം ഞാൻ സ്റ്റക്കായി. ഞാൻ സങ്കടത്തിലാണ്, മൊത്തം സങ്കടത്തിലാണ്. ഫ്രണ്ട്സിനോട് അടുത്ത് പോയ സങ്കടം, ഞാൻ എടുത്ത തീരുമാനം തെറ്റിപ്പോയോ, ഇനി എന്ത് ചെയ്യും, എനിക്ക് ഇത്രയാണോ വളരാൻ പറ്റുള്ളൂ എന്നുള്ള തോന്നലുണ്ടല്ലോ. ഓക്കെ, ചിലവരിങ്ങനെയാണ്, ഓക്കെ ഇത്രേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ എൻ്റെ ജേർണി എന്ന് ഞാൻ വിചാരിച്ചു. നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു തെറ്റാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാവരും വിചാരിക്കും നമ്മളൊന്ന് തുടങ്ങി കിട്ടിയാൽ മതി. നമ്മളെല്ലാവരും വിചാരിക്കുന്നത് നമ്മുടെ ലൈഫിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ്, നേരെ മുകളിലോട്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ലൈഫിൻ്റെ ഗ്രാഫ് ഇങ്ങനെ പോയിട്ട് ചിലപ്പോൾ ഇത് ഇങ്ങനെ നിൽക്കാം ഇവിടെ തന്നെ, ചിലപ്പോൾ ഇത് താഴോട്ട് പോവാം. ഈ താഴോട്ട് പോയിട്ട് നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചു കയറാൻ പറ്റുവാണെങ്കിൽ പിന്നെ നിങ്ങളുടെ ഫ്രണ്ടിൽ വരുന്ന ഒരു ഒബ്സ്റ്റക്കിൾസും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. കാരണം അതിനർത്ഥം ഇനി താഴോട്ട് പോകില്ല എന്നല്ല, ഇനിയും നിങ്ങൾ മുകളിലോട്ട് പോവും, ഇനിയും താഴോട്ട് പോവും. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും താഴോട്ട് പോയാലും ഒരു ദിവസം ഞാൻ മുകളിൽ കയറി വരും, കാരണം ഇത് എനിക്ക് ആവശ്യമാണ്. അപ്പം ഞാൻ വർക്ക് ചെയ്തു, വെയിറ്റ് ചെയ്തു. വീഡിയോയിൽ കുറച്ചുകൂടി എന്താ പറയുക, ഞാൻ മേക്കിങ്ങിൽ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള പരിപാടി വെച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ റിലേറ്റബിലിറ്റി ഫാക്ടറും കൂടി ഒന്ന് കൂട്ടാൻ നോക്കി. ആ റിലേറ്റബിലിറ്റി ഫാക്ടറിൻ്റെ മെയിൻ ഫാക്ടേഴ്സാണ് എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന അച്ഛനും അമ്മയും എൻ്റെ വീഡിയോസിൽ വന്ന പിന്നെ അവരാണ് സത്യം പറഞ്ഞ സ്റ്റാർസ്. ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. അങ്ങനെ റിലേറ്റബിലിറ്റി ഫാക്ടർ കൂട്ടി. അപ്പോൾ ചിലപ്പോൾ ഞാൻ അവിടെ ലെറ്റ് ഡൗൺ ചെയ്ത് വിട്ടു പോയിരുന്നെങ്കിൽ അത് അവിടെ തീർന്നേനെ. പക്ഷെ തിരിച്ച് കയറി. ഇപ്പോഴും ഞാൻ ഭയങ്കര പറന്നുകൊണ്ടിരിക്കുക എന്നല്ല പറയുന്നത്, പക്ഷെ എനിക്കറിയാം
ഞാൻ പോകുന്ന വഴി മുന്നോട്ടാണ്. എൻ്റെ ഗ്രോത്ത്, എൻ്റെ പേസ് ഡിഫറെൻ്റ് ആയിരിക്കും. വേറൊരാൾ പോകുന്ന പോലെ പോകുന്ന സ്പീഡിൽ, അല്ലെങ്കിൽ വേറൊരാളെ കമ്പയർ ചെയ്ത് കയറുന്ന ഫോളോവേഴ്സ് പോലെ എനിക്ക് കയറാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ അതുപോലെ ആ സ്പീഡിൽ പോകാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഞാൻ മുന്നോട്ടാണ് പോകുന്നത്, അതെനിക്കറിയാം. അത്രേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും ഓരോ പേസാണ്. ഒബ്വിയസ്ലി നമ്മൾ ചെയ്യുന്ന കാര്യമാണ് കമ്പാരിസൺ. നമ്മുടെ കൂടെയുള്ള ആൾ എന്ത് ചെയ്തു, നമ്മൾ ചെയ്യും അത്. എത്രയൊക്കെ നമ്മൾ ഞാനങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ ഉണ്ട്, നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ വളർന്നു പോകുന്നു അല്ലെങ്കിൽ അവർ മുന്നോട്ട് പോകുന്നു എന്ന് തോന്നുമ്പോൾ നമുക്ക് തോന്നുന്നൊരു സംഭവമുണ്ട്. ഇപ്പം ഞാനിത് പറഞ്ഞാലും മനസ്സിലാവില്ല, പക്ഷെ നിങ്ങളുടെ അനുഭവത്തിൽ നിങ്ങൾ വരുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പേസ് ഉണ്ട്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പേസ് ഉണ്ട്. അത് മനസ്സിലാക്കുക. ഈ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, അച്ഛനും അമ്മയും സപ്പോർട്ട് ചെയ്തു. പിന്നെ വീഡിയോസ് നന്നായിട്ട് കയറി തുടങ്ങി. അപ്പോൾ അച്ഛനും അമ്മയും മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ കുറച്ച് പേരുകൾ എനിക്ക് എടുക്കണമെന്ന് ആഗ്രഹമുള്ളതുണ്ട്. ഇതെൻ്റെ ആദ്യത്തെ ടെഡ് സ്പീച്ചാണ്, ഒന്നാമത്തെ കാര്യം. അതുകൊണ്ടും പിന്നെ ഇതിനൊരു കാരണമുണ്ട് ഈ പേരുകൾ എടുക്കാൻ. ഇപ്പം അച്ഛനമ്മ, അതിൻ്റെ കൂടെ തന്നെ എല്ലാത്തിനും കട്ടയ്ക്ക് കൂടെ നിന്നിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് എൻ്റെ ചേട്ടൻ, പിന്നെ റംസാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവൻ ആണ് എന്നെ അസിസ്റ്റൻറ്റ് കൊറിയോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തത്. അവൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത്. ഹീസ് ലൈക്ക് എന്താ പറയുക, എനിക്കൊരു ഫ്രണ്ട് എന്നതിലുപരി എൻ്റെ ഒരു ടീച്ചറാണ് അവൻ. അതുപോലെ ടോണി, അവൻ പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, സജീർ, കരുൺ, ജിയ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. പേരെടുത്ത് പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ബീയിങ് അറൗണ്ട് എ ഗുഡ് പീപ്പിൾ, ലൈക്ക് നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ നിങ്ങളെ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു ഗ്രൂപ്പിൻ്റെ കൂടെയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. നമ്മൾ ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ലോകത്ത് ഒറ്റയ്ക്ക് വളരാൻ പറ്റില്ല. നമുക്ക് സഹായം വേണം, നമ്മുടെ കൂടെ ആൾക്കാർ വേണം. അപ്പം നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ നമ്മുടെ ഗ്രോത്തിനെ പറ്റിയും, ഇപ്പോൾ നമ്മൾ ഗ്രോ ചെയ്യുമ്പോൾ സന്തോഷിക്കുന്നതും അവർ ഗ്രോ ചെയ്യുമ്പോൾ നമ്മൾ കൂടെ പിടിച്ചു കൊണ്ടുപോകുന്നതുമായിട്ടുള്ള ആൾക്കാരെ കൂടെ നിർത്താൻ ശ്രമിക്കുക. ആൾക്കാർ നമ്മളോട് ചോദിക്കും എന്താണ് സക്സസ്, വാട്ട് ഈസ് സക്സസ്. എന്നിലിരിഞ്ഞെന്ന് പറഞ്ഞ സോങ് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ തളർന്ന് കിടക്കുമ്പോൾ നമുക്ക് മോട്ടിവേഷൻ തരുന്ന ഒരു 80% ആൾക്കാർക്കെങ്കിലും മോട്ടിവേഷൻ തരുന്നൊരു പാട്ടാണ്. അതിനകത്തൊരു വരിയുണ്ട്, എങ്ങും 4 ദിക്കിലും ഇരുൾ നിറഞ്ഞുവെങ്കിലും പൊരുതാൻ തുടങ്ങി പരാജയത്തിന് ഇനി ആവുകില്ലൊരിക്കലും. എപ്പോഴൊക്കെ നിങ്ങൾക്ക് ഓരോ അടി കിട്ടുമ്പോഴും, നിങ്ങളോട് ആൾക്കാർ ഇല്ല എന്ന് പറയുമ്പോഴും, നിങ്ങളെ കൊണ്ട് പറ്റൂല എന്ന് പറയുമ്പോഴും നിങ്ങൾക്കൊരു സംഭവം വേണമെന്നുണ്ടെങ്കിൽ, അതാണ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് യുവർ ഡ്രീം. ചേസ് ദ ഡ്രീം. ആൻഡ് നിങ്ങൾ എപ്പോൾ ചേസ് ചെയ്യാൻ തുടങ്ങുന്നോ, ഫ്രം ദാറ്റ് മൂമെൻറ്റ് യു ആർ സക്സസ്ഫുൾ. ഇപ്പോഴും മരിക്കാത്ത ആ 10 വയസ്സുകാരൻ്റെ ഡ്രീം ഉള്ളിൽ വെച്ചുകൊണ്ട് ആണ് ഞാൻ സംസാരിക്കുന്നത്. ആ 10 വയസ്സുകാരന് വേണ്ടിയാണ്, ആ 10 വയസ്സുകാരൻ്റെ സിനിമയുടെ ഡ്രീമിൻ്റെ പുറകെയാണ് ഞാൻ ഇപ്പോഴും പോകുന്നത്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഓൾ ഫോർ ലിസണിങ് ടു മീ ദിസ് ടൈം.